ഹായ് ഗായ്സ്. അങ്ങനെ 2025 ഓണം UK സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ റൂംമേറ്റ് സപ്തി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവളുടെ ഡ്രസ്സ് ഇട്ട് പോകാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. എല്ലാം വേഗം തന്നെ എല്ലാം സെറ്റാക്കി എടുത്തു നോക്കത്തോ. കളക്ഷൻ കണ്ടോ വളേൻ്റെ ഒക്കെ, പിന്നെ ബ്ലൗസ്, സാരി, കമ്മൽ, ഇതൊക്കെ നാളെ 10 മണി. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം 4 മണി ആയിട്ടേ ഉള്ളൂ. കണ്ടോ ഇതാ ഈ നെയിൽസൊക്കെ കണ്ടോ, ഇതൊക്കെ ഉപ്പ് ഒട്ടിച്ച് വെച്ചാണ്. പിന്നെ ഇതാ ഈ ബാങ്കിലൊക്കെ ഇത് ഷെയിന്ന് വാങ്ങിച്ചല്ലേ. ഓക്കെ, ബാക്കിയൊക്കെ നാട്ടിൽ നിന്നുണ്ടോന്നല്ലേ. അടിപൊളി. എനിക്കിങ്ങനെ പോകുന്നതിന്റെ മുന്നേ എല്ലാം ഇങ്ങനെ എടുത്തു വെക്കണം. ഓക്കെ, ഞാനിത് അലമാരയിൽ വെച്ചാലേ, ഈ ഡ്രസ്സ് ഞാനിപ്പോൾ അലമാരയിൽ കൊണ്ടുവച്ചാൽ നാളെ രാവിലെ ഞാനത് എടുത്തിട്ട് ഞാൻ ഒരുങ്ങി വരും. അങ്ങനെയാണ് ഞാൻ. പണ്ടേ ഇങ്ങനെയാണോ? ഓക്കെ, കംപ്ലീറ്റ് അടിപൊളി പ്രൊഡക്ട്സ് ആണ്. ഇത് പൂർണിമ ഇന്ദ്രിയത്തിൻ്റെ കളക്ഷൻസ് എന്ന്, അതായത് പ്രാണ അല്ലേ, പ്രാണ കളക്ഷൻസ് എന്ന് എടുത്ത ഡ്രസ്സ്. പിന്നെ അത് ഏതായിരുന്നു, മിയ അല്ലേ, മിയേൻ്റെ സിസ്റ്റർ അല്ലേ, അമീറ ബൈജീനി. അതെ, അതൊന്ന് വാങ്ങിച്ച മാല. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സാധനങ്ങളില്ല. എൻ്റെ കൈയൊക്കെ കണ്ടോ. സ്റ്റിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് നാളെ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ പോകാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് ബെഡൊക്കെ സെറ്റാക്കി ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ എണീച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ പോകേണ്ട കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ കുളിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഡ്രസ്സ് മാറ്റുക, മുടി ഒന്ന് സെറ്റാക്കുക, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, പിന്നെ ഒരു ലിപ്സ്റ്റിക്. ദാറ്റ്സ് ഇനഫ്. പൊട്ടും തൊടാം നോക്കട്ടെ. അപ്പോൾ ഒരു സിമ്പിൾ ലുക്കിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ, അതുകൊണ്ട് അധികം ഉഷാറാക്കുന്നില്ല. സത്യം നല്ല ഒരുക്കത്തിലാണ്. അപ്പോൾ ലേറ്റ് ആക്കാണ്ട് ഞങ്ങൾ സെറ്റാവട്ടെ. ഫൈനലി നമ്മൾ റെഡി ആയി കഴിഞ്ഞു ഗൈസ്. ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ഓക്കെ, ഓൾമോസ്റ്റ് ഇത് ലേറ്റാ. ഇനി വേഗം പോകണം. അപ്പോൾ കാണാം. പരിപാടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞുതരാം. 10 മണിക്കാണ് കറക്റ്റ് പ്രോഗ്രാം. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് എപ്പോൾ എത്തുന്നുള്ള അറിയില്ല. ഞങ്ങളുടെ നെയ്ബറാണ്. അപ്പോൾ ബസ് ഒരു 10 മിനിറ്റുള്ള ബസ്സുണ്ട്. ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. നല്ല തണുപ്പാന്ന് പറഞ്ഞ സബ്ദി ഈ സെറ്റിൻ്റെയും മുണ്ടിൻ്റെയും കൂടെ ഒരു സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. സബ്ദി ഓക്കെ. ബസ് കിട്ടിയില്ലെങ്കിൽ പണി പാളും. ഒരു 1.5 മണിക്കൂർ ബസ്സിൽ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ പരിപാടികളും എല്ലാ സ്ഥലത്തും ലേറ്റായിട്ടാണ് തുടങ്ങുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിൽ ലേറ്റായിട്ട് അവിടെ എത്തുന്നത്. എപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്. സ്റ്റിൽ ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ. ഇതാണ് ഹാമിൽട്ടൺ ഇൻ്റർചേഞ്ച്, അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, അതായത് സ്കോട്ട് റെയിലാണിത്. അതിൻ്റെ സ്റ്റേഷനാണിത് വരുന്നത്. അതാണ് ബസ് സ്റ്റേഷൻ. അൺഫോർച്ചുനേറ്റ്ലി ആ ബസ് കിട്ടിയില്ല. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. ഇനി അടുത്ത ബസ് വെയിറ്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു അതിന് കുറച്ച് സ്റ്റോപ്പ് കൂടുതലാണ് തോന്നില്ല. ഈ ബുക്കനാൻ ബസ് സ്റ്റേഷനാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത്. അപ്പോൾ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണുള്ളതെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. X74 എന്നുള്ള ബസ്സാണ് വരുന്നത്. ട്രെയിൻ എന്തെങ്കിലും ഉണ്ടോ? ട്രെയിൻ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. നമുക്കിതിൽ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. ട്രെയിൻ വേണോ അല്ലെങ്കിൽ ട്രാം വേണോ ബസ് വേണോ എന്നുള്ളത്. ഇപ്പോൾ ഈ 28 മിനിറ്റ്സിൽ നമുക്ക് ഈ ബസ് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, എന്ന് പറയുന്നത് 1 മിനിറ്റിൽ നമുക്ക് ആ ബസ് കിട്ടുന്നുണ്ടാവും. ബസ് വന്നു.
Same also. Okay. One way up two. ഫൈനലി നമ്മൾ ബസ് എടുത്തിട്ടുണ്ട്. ഏറ്റവും പുറകിലത്തെ സീറ്റിലായിട്ടാണ് ഉള്ളത്. ഇതൊരു ഫാസ്റ്റ് ബസ് ആയതുകൊണ്ട് 4 സ്റ്റോപ്പ് മാത്രമേ നമുക്ക് എടുക്കുള്ളൂ. അതുകൊണ്ട് പെട്ടെന്നുണ്ടാവും ഈ സ്ഥലത്ത്. ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബസ് വേഗം പോകുന്നുണ്ട്. പെട്ടെന്ന് എത്തുകയും ചെയ്യും. നമ്മൾ ഈ സ്റ്റെയർ കയറിയിട്ട് വേണം പോകാൻ. 20 മിനിറ്റ്സ് വാക്കുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞു. ഗ്ലാസ്ഗോ കെലഡോണിയൻ യൂണിവേഴ്സിറ്റിയാണ് കാണുന്നത്. ഇതാണ് ബസ് സ്റ്റേഷൻ വരുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു മെയിൻ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് പോകേണ്ടതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കണ്ടോ? ഹായ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. നല്ല ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് നല്ല നല്ല ഫോട്ടോസ് കിട്ടും. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇതെന്താ ലാവൻഡർ കളറിൽ എന്തോ ഒരു പൂവുണ്ട്. ഈ ആംബിയൻസ് കണ്ടാൽ തന്നെ ഇവിടെ നിന്ന് പഠിക്കാൻ തോന്നും. ഇവിടെ നിന്നിങ്ങനെ കറങ്ങുന്ന ടൈമിൽ ഒരുപാട് ആൾക്കാർ അവിടെ നമ്മളെ കണ്ടിങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ല നല്ല കോംപ്ലിമെൻറ്റ്സ് തരുന്നുണ്ടായിരുന്നു. അവർക്ക് ഈ ഡ്രസ്സ് ചെയ്തത് എന്തിൻ്റെ ഭാഗമായിട്ടാണെന്നായിരുന്നു കൂടുതൽ അറിയേണ്ടിരുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. Near to Glasgow. Yeah. Okay. Nice to meet you. Nice to meet you. ഈ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് മാത്രം ലൊക്കേഷനിലേക്ക് മാപ്പ് ഇട്ട് അവർ പറയുന്ന വഴി കൂടെ മാത്രമേ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നടക്കുന്നത്, റോങ് സൈഡാണ്. നമുക്ക് ക്രോസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ റൂട്ട് തന്നെ നടന്നു. ചില ഡ്രൈവേഴ്സ് നമുക്ക് ഹോൺ അടിച്ചിട്ട് പറഞ്ഞിരുന്നുണ്ടായിരുന്നു അപ്പുറത്താണ് നടക്കേണ്ടതെന്നുള്ളത്. ഈ വഴിക്ക് ഇങ്ങനെ കുറച്ച് അത്യാവശ്യം നടന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കുറേ ബ്ലാക്ക് ബെറീസ് ഒക്കെ കണ്ടു. അത് നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ് കേട്ടോ. പറിച്ച് കഴിച്ചിട്ടുണ്ട്. നടന്ന പണി തീർന്നു. ഒരുപാട് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഈ ഒരു ലേക്കിനടുത്തായിട്ട് നമ്മളവിടെ കുറച്ച് സമയം ഇരുന്നായിരുന്നു. സത്യക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നമ്മൾ ക്രോസ് ചെയ്ത് സ്പോട്ടിലെത്തി കുറച്ച് മുന്നേ നടന്നിട്ടുണ്ട്. അവിടെ എത്തണം. കിതക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ചെറുതായിട്ട്. ഇതുപോലത്തെ 2 കുന്ന് ഇപ്പോൾ കയറി ഇറങ്ങി. ഓക്കെ. ഹരിതാവും പച്ചപ്പും മാത്രം. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. എനിക്കൊന്നും ക്യാമറയിൽ അത്ര സുഖമില്ല, നേരിട്ട് കാണാൻ കിടും. ഓക്കെ. അങ്ങനെ നമ്മളവിടെ എത്തിയ ടൈമിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്ത് അവർ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബാൻഡ് ഇട്ട് തന്നു. അതായത് റാൻഡമായിട്ട് അവർ കോൾ ചെയ്യുന്ന നമ്പർ നമ്മുടെ കയ്യിലാണുള്ളതെന്നാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അതായിരുന്നു അവിടുത്തെ ഒരു സിസ്റ്റം. പരിപാടി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക്. നമ്മൾ അത്യാവശ്യം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചി എണീറ്റാണത്. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ നാട്ടിലെ പരിപാടിയായിരുന്നു. കുറച്ച് ചേട്ടന്മാരും കുറച്ച് ചെക്കന്മാരും നടത്തുന്ന കിടിലം പോലത്തെ പരിപാടി. അതിനൊന്നും വെല്ലാൻ ഒരു മറുനാട്ടിലെ പരിപാടിക്കും പറ്റൂല. ഇങ്ങനെ പരിപാടി കുറച്ച് കണ്ടിരുന്നപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ സപ്തീൻ്റെ ചേച്ചി, ആളിവിടെ 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ അവിടത്തേക്ക് വന്നു. ആളായിട്ട് കുറച്ച് സംസാരിച്ച് അവിടെ ഇരുന്നു. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ വേറൊരു ചേച്ചി എന്ത് ചെയ്തു, കുറച്ച് ചന്ദനം കൊണ്ട് തന്നിട്ട് തൊട്ടോളം പറഞ്ഞു. അതിൻ്റെ സന്തോഷമാണ് ഇപ്പം എൻ്റെ മുഖത്ത് നിങ്ങളീ കാണുന്നത്. ഈ സാരി കൊടുത്ത കുറച്ച് മങ്കമാരെ പിടിച്ച് താലപ്പൊലി എടുപ്പിക്കാൻ വിളിച്ചപ്പോൾ ഞാനാണിത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്. മാവേലിക്ക് മുന്നേ ആയിട്ട് ഇവർ താലപ്പൊലി പിടിച്ച് വരാനായിരുന്നു ടീമിൻ്റെ പ്ലാന്. മാവേലി ആണെങ്കിൽ ഒരു കോമഡി ആയിരുന്നു. ആളെ അവിടെ നിന്ന് തന്നെ പിടിച്ച് മാവേലി ആക്കിയതാണെന്നാണ് ആൾ സ്റ്റേജിൽ വന്ന് പറഞ്ഞത്. അത് കാണാനുണ്ടായിരുന്നു. മാവേലിക്ക് മീശ പോലും ഉണ്ടായിരുന്നില്ല.
കുറച്ച് ടൈം ഇരുന്ന് പരിപാടി കാണുമ്പോൾ തന്നെ ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പുറത്തേക്ക് ഇറങ്ങി നേരെ ഫുഡ് ഹാളിൽ. ഓ, അവിടെ നല്ല തിരക്ക്. കുറച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. ഞങ്ങൾ 3 പേരും ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രസമായിരുന്നു. ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സദ്യ കാണുമ്പോൾ എന്തായാലും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കൗതുകത്തോടെ അത് നോക്കി നിന്നിട്ടുണ്ട്. അടുത്തതെന്താ എന്നുള്ള രീതിയിൽ. ഭയങ്കര സ്റ്റൈലായിരുന്നു സദ്യ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഓർഡർ അറിഞ്ഞുകൊണ്ട് പല സാധനങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ച് എല്ലാ സാധനങ്ങളും വാങ്ങി കഴിഞ്ഞിട്ട് സദ്യ കൊള്ളാം. ഓക്കെ, ഓൾ ഗുഡ്. കൈ കഴുകാണ്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നുകൊണ്ട് പോയി കൈ കഴുകണം എന്നുള്ള ഐഡിയ ഇല്ല. പോയി നോക്കട്ടെ. കാണുമ്പോൾ മുല്ല തന്നെ. ടിഷ്യൂ പേപ്പർ വെച്ചിപ്പം എല്ലാവരും ചെയ്യുന്ന സംഭവമാണ്. കാണുമ്പോൾ മുല്ല തന്നെ അല്ലേ. പ്രോഗ്രാംസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ബാലൻസ് ഉള്ളത് ഒരു ഡിജയും കൂടിയാണ്. അപ്പം അടിപൊളിയായിട്ട് നമ്മൾ പരിപാടി കിട്ടില്ലായിരുന്നു. സദ്യ ഒക്കെ അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും അത് ശരിയാണ്. അവളെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. അത് തീർച്ചയായിട്ടും അതെ, വളരെ ശരിയാണ്. ഓക്കെ. ഈ വയലിൻ ഫ്യൂഷൻ കഴിഞ്ഞ പാടെ പിന്നെ DJൻ്റെ സെറ്റപ്പായിരുന്നു. അതിൻ്റെ ഒരു തിരക്കായി കാണുന്നത്. പക്ഷേ ഇതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഡാൻസ് കളിക്കിയിരുന്നു. അങ്ങനെ പരിപാടി കഴിഞ്ഞ് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. സത്യൻ്റെ ഫ്രണ്ട് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്ത് തന്നിരുന്നു. നമ്മളിതാ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹാമിൽട്ടൺ ആണ് നമുക്ക് പോവേണ്ടത്. 9 മിനിറ്റ് വെയിറ്റ് ചെയ്താലേ വേണം അടുത്ത ബസ് വരാൻ. 8 മിനിറ്റ് അല്ലേ? ഓക്കെ. ഒരു മഴയൊക്കെ കഴിഞ്ഞു അല്ലേ? ഇങ്ങോട്ടല്ലായിരുന്നു വരണ്ടേ, അതുകൊണ്ടാണ്. നല്ല തണുപ്പുണ്ട്. സത്യ ജാക്കറ്റൊക്കെ ഇടാൻ പോവാം. കുറച്ച് ടൈം വെയിറ്റ് ചെയ്തപ്പോൾ ബസ് വന്നു. ഒരു ഡബിൾ ഡെക്കർ ആയിരുന്നു. അതിൻ്റെ മുകളിൽ കയറി എൻ്റെ ഫ്രണ്ടിലായിട്ട് സപ്തി ഇരുന്നിട്ടുണ്ടായിരുന്നേ. മഴ പെയ്തതിൻ്റെ കാഴ്ചകൾ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു കാണാൻ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഡാൻസൊക്കെ കളിച്ചേണ്ടത്. പിന്നെ വീട്ടിലെങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ 2025 ഓണം നല്ല അടിപൊളിയായിട്ട് അവസാനിച്ചു. എൻ്റെ നാട്ടിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ മിസ് ചെയ്തു.